അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദ്നാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദ്നാ മുഹമ്മദ്. കുട്ടികൾക്ക് പമ്പേഴ്സ് ഇട്ട് കൊടുക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ നിർബന്ധമായും ഇത് കേൾക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് രാവിലെ പമ്പേഴ്സ് കെട്ടിക്കൊടുക്കും. എന്തിനാണ്? മൂത്രം പുറത്തു പോകാതിരിക്കാൻ. എന്നിട്ട് ആ കുട്ടി മൂത്രിക്കുകയും കാഷ്ടിക്കുകയും ഒക്കെ ചെയ്യും. ആ കുട്ടി നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നമ്മളെ തൊട്ടാൽ പിടിച്ചാൽ, നമ്മുടെ മടിയിൽ കയറിയിരുന്നാൽ നിസ്കരിക്കുന്ന ആളുടെ നിസ്കാരം ബാത്തിലാകുമോ എന്ന് ചില ആളുകളൊക്കെ സംശയം ചോദിച്ചിട്ടുണ്ട്. നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളൊരു പക്ഷേ നിസാരമായി കാണുന്ന ഒന്ന് നമ്മുടെ നിസ്കാരം തന്നെ ബാത്തിലാവാൻ കാരണമാകും. ആ മസാല നമുക്കൊന്ന് കൃത്യമായി ഒന്ന് പരിശോധിച്ച് നോക്കാം. ഒരു കുട്ടിക്ക് പമ്പേഴ്സ് ഇട്ട് കൊടുത്തു. നമ്മൾ ആ കുട്ടി നമ്മുടെ സമീപത്ത് നിൽക്കുന്നുണ്ട്. കുട്ടി അതിൽ മൂത്രയിച്ചിട്ടുണ്ട്, കാഷ്ടിച്ചിട്ടുണ്ട് പമ്പേഴ്സിൽ. നമ്മൾ നിസ്കരിക്കാൻ നിന്നു, നിസ്കാരം തുടങ്ങി. ആ സമയത്ത് നമ്മൾ കുട്ടി ഒന്ന് തൊട്ടു എന്നുള്ളത് കൊണ്ടൊന്ന് നിസ്കാരം ബാത്തിലാവുന്നില്ല. പക്ഷേ ആ കുട്ടി നമ്മെ പിടിച്ചു, അല്ലെങ്കിൽ ആ കുട്ടിയെ നമ്മൾ പിടിച്ചു, അല്ലെങ്കിൽ ആ കുട്ടി നമ്മുടെ മടിയിൽ കയറിയിരുന്നു. സ്വാഭാവികമായിട്ടുണ്ടാകും നിസ്കരിക്കുന്ന സമയത്ത് കുട്ടികൾ, ചെറിയ കുട്ടികൾ, പമ്പേഴ്സ് ഇട്ട കുട്ടികൾ, ആ പമ്പേഴ്സിൽ കാഷ്ടമോ മൂത്രമോ ഉണ്ടെങ്കിൽ ആ കുട്ടി നമ്മുടെ മടിയിൽ കയറിയിരുന്നു. നിസ്കാരം ബാത്തിലാകുമോ എന്ന് വലിയ ഒരു സംശയമുള്ള വിഷയമാണ്. തീർച്ചയായും നിസ്കാരം ബാത്തിലാവുന്നതാണ്. കാരണം നജസ് ചുമക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആ കുട്ടിയുടെ ശരീരത്തിൽ നജസ്സുണ്ട്. അതായത് ആ കുട്ടി പമ്പേഴ്സിൽ നജസ് ഉള്ള അവസ്ഥയിലാണ് നമ്മുടെ മടിയിൽ കയറിയിരുന്നിട്ടുള്ളത്. തീർച്ചയായും നമ്മുടെ നിസ്കാരം ബാത്തിലാകും. അതുകൊണ്ട് രക്ഷിതാക്കൾ നന്നായി ശ്രദ്ധിക്കണം. കുട്ടി ഒന്ന് തൊട്ടു എന്നുള്ളത് കൊണ്ടല്ല, കുട്ടി കയറിയിരിക്കുകയോ കുട്ടിയെ നമ്മൾ പിടിക്കുകയോ മറ്റോ ഒക്കെ ചെയ്താൽ തീർച്ചയായും നിസ്കാരം ബാത്തിലാവുന്നതാണ്. നജസിനെ ചുമന്നവനെ പോലെയാകും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഇത് നന്നായി ശ്രദ്ധിക്കുകയും, പിന്നെ ഒരു കാര്യം, പമ്പേഴ്സ് നിരന്തരമായി ഇട്ട് കൊടുത്ത് കുട്ടി നജസ് ഇങ്ങനെ നിരന്തരമായി ചുമന്ന് നടക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത്. പമ്പേഴ്സ് ഇട്ട് കൊടുക്കണ്ട എന്ന് ഇന്നത്തെ കാലത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇട്ട് കൊടുക്കുന്ന പമ്പേഴ്സ് ഇടക്കിടക്കൊന്ന് മാറ്റി, അല്ലെങ്കിൽ ഒന്ന് ശുദ്ധിയാക്കി വൃത്തിയാക്കി കുട്ടി വൃത്തിയുള്ള അവസ്ഥയിൽ നടക്കണം. വൃത്തി ഈമാനിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ എപ്പോഴും മൂത്രിച്ച് ആ മൂത്രവും കാഷ്ടവും ചുമന്ന് നടക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത്. നമ്മുടെ മക്കൾ, ആ മക്കളെ നല്ല രീതിയിൽ വളർത്തിയാൽ നമുക്ക് ഉപകാരമുള്ള മക്കളായി മാറും. അള്ളാഹു ദീനനുസരിച്ച് ജീവിക്കാൻ നമുക്കും നമ്മുടെ മക്കൾക്കും ഭാഗ്യം നൽകട്ടെ. ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ പല ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ. വീണ്ടും കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.